ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലാത്തിയുടെ ഒരു കോംബോയും, ഇപ്പോൾ മഴക്കാലമൊക്കെയാണല്ലോ, അപ്പോൾ കലാത്തിയുടെ ഒരു 3 പ്ലാന്റിൻ്റെ ഒരു കോംബോയും പിന്നെ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന 2 കോംബോയും ആണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വില കുറഞ്ഞിട്ടുള്ള നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആ പ്ലാന്റ്സും കൂടെ ഒന്ന് വേഗത്തിൽ കാണിച്ചു പോട്ടെ. അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും കേട്ടോ, നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെഡിലാന്തസിൻ്റെ കോംബോ കാണിക്കാം. നമ്മൾ പെഡിലാന്തസിൻ്റെ കഴിഞ്ഞ ആഴ്ച 3 പ്ലാന്റ്സിൻ്റെ കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതിലൊരു വെറൈറ്റി നമുക്കിപ്പോൾ ഇല്ല. അതില്ലാതെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്യാറുള്ളത് പോലെ പെഡിലാന്തസിൻ്റെ ഈ 2 പ്ലാന്റിൻ്റെ കോംബോ കേട്ടോ. ഇതിൻ്റെ പെഡിലാന്തസ് ഗ്രീൻ, ഇത് ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പറയും. ഇങ്ങനെയുള്ള പ്ലാന്റ് 5 പ്ലാന്റിൻ്റെ ഇതിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റി കേട്ടോ. അതും 5 പ്ലാന്റ് തന്നെ. ഇത് 2 ഇങ്ങനെയായിരിക്കും കേട്ടോ. 220 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നല്ല കോംബോയാണ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച കാണിച്ചപ്പോൾ തന്നെ ഒത്തിരി ഓർഡറുകളായിരുന്നു. നമുക്ക് അത് പിന്നീട് റീസ്റ്റോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ മറ്റേ പ്ലാന്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നതനുസരിച്ച് ഞാൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇങ്ങനെ പിന്നെ നമുക്ക് ഹോയയിൽ നമുക്ക് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി. ഹോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കെയറിങ് ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ വേരിഗേറ്റഡ് വെറൈറ്റി ഒക്കെ ആകുമ്പോൾ ഇല തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആവശ്യക്കാർ ഒത്തിരി ഇതാണ്. അപ്പോൾ നമുക്ക് വന്നേക്കുന്നത് ഹോയയുടെ ഈ വെറൈറ്റി, വേരിഗേറ്റഡ് വെറൈറ്റി, പിന്നെ ഹോയയുടെ ഹോയ ഹാർട്ട്. ഇത് രണ്ടും ഹാർട്ടൊക്കെ നല്ല ഡിമാൻഡുള്ളതാണല്ലോ. ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല റേറ്റും ആണ്, നല്ല ഡിമാൻഡും ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് വരിക. ഇതിന് രണ്ടിനും കൂടെ 300 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം. പിന്നെ കലാത്തിയുടെ കോംബോയാണ്. കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ആദ്യത്തെ പ്ലാന്റ്. ഒരു പോട്ടിൽ മിക്കവാറും തന്നെ 3-4 ഷൂട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ. ചെറിയ ഹൈറ്റ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ ഷൂട്ടുകൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഈ പോട്ടിൽ തന്നെ 4 ഷൂട്ട് കാണുന്നുണ്ട് കേട്ടോ. 5 പ്ലാന്റ് കാണും. ചെറിയൊരു ബേബി പ്ലാന്റും കൂടെ വരുന്നുണ്ട്. അങ്ങനെയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 3 ഷൂട്ടുകൾ എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ ഈ ഒരു പ്ലാന്റ് വിറ്റാറ്റ, ഈ ഒരു സൈസിലുള്ള ഇത്രയും കടകളൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അടർത്തി പെട്ടെന്ന് തന്നെ, ഇപ്പോൾ മഴക്കാലമല്ലേ, പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളൂ കേട്ടോ. ഒരു ക്ഷീണവും കാണിക്കത്തില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇത് പിന്നെ റാറ്റിൽ സ്നേക്കിനും കുറച്ച് ഹൈറ്റ് കുറവാണെന്നുള്ളൂ. എന്നാലും ഇത് കണ്ടോ, ഇങ്ങനെ ഷൂട്ടുകളുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റുകൾ തന്നെ. ഇത് പ്ലാന്റിന് 3നും കൂടെ 920 ആണ് റേറ്റ് വരുന്നത്. 920, 920 ആണ് റേറ്റ് വരുന്നത്. ആരൊന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിലും കൂടെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇനിയിപ്പോൾ അത് കേൾക്കാത്തവരാണെങ്കിൽ 920, 920 പ്ലസ് കൊറിയറാണ് വരുന്നത് കേട്ടോ. ഞാൻ മിക്കവാറും തന്നെ അങ്ങനെ പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഏതോ ഇതിൽ വിട്ടുപോയതായിരിക്കും. പിന്നെ മഞ്ജുള പോത്തോസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഇൻഡോറിലേക്ക് നമ്മൾ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സുകളാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇൻഡോറിലേക്കൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും തന്നെ ഡിമാൻഡുള്ള പ്ലാന്റ്സുകൾ. ഹൗസ് വാമിംഗ് ഒക്കെ വരുമ്പോഴും നേരത്തെ തന്നെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്രസൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇത് നമ്മളുടെ എൻജോയ് പോത്തോസ്. ഈ ചെറിയ സൈസിലുള്ള നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 സൈസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ സൈസിലുള്ളത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഹൈക്കുമാണ്. ഇതിപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ആന്തൂറിയം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. ഇത് ഹൈറ്റ് ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ കേട്ടോ. ഈ റെഡ് വെറൈറ്റിയാണ് വന്നേക്കുന്നത്. ഹൈറ്റ് കുറവാണെന്നേ ഉള്ളൂ. കൂടുതൽ ഷൂട്ടുകളുണ്ട് കേട്ടോ. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കുരുന്ന് ഷൂട്ടുകളുണ്ട്. ഇങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് വലിയ ഷൂട്ടുകൾ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി നട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ നടാം. പിന്നെ ഇങ്ങനെ അടർത്തി മാറ്റി ഇങ്ങനെയായിട്ട് അങ്ങനെയൊക്കെ നടാം കേട്ടോ. കൂടുതൽ നടാൻ പറ്റും. പിന്നെ CC പ്ലാന്റ് ഗ്രീൻ വെറൈറ്റി. ഇതും നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു സൈസിലേക്കുള്ള പ്ലാന്റുകൾ. നല്ല ഹൈറ്റിലുള്ള പ്ലാന്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. പിന്നെ നമ്മളുടെ ഇക്സോറ ഇപ്പോൾ മുട്ടുകളൊക്കെ ആയി വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മളുടെ പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളത് കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ മാറ്റി നടാം കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ മിക്കാഡോ വലിയ പോട്ടിലുള്ള പ്ലാന്റുകൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഇതൊക്കെ നമുക്ക് ഒരു പ്ലാന്റ് വെച്ചാൽ മതിയാവും നല്ല ഭംഗിയിൽ. പിന്നെ നമ്മുടെ സാറ്റിൻ പോത്തോസ് ഇങ്ങനെ
നന്നായിട്ട് വേരുകളൊക്കെ നല്ല അടിയിലേക്കൊക്കെ വേരുകളൊക്കെ വന്നേക്കുന്ന പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിപ്പോൾ വന്നേക്കുന്നത് 150 ആണ് കേട്ടോ, 150 ബിഗ് റോയ് വന്നേക്കുന്നത്. നല്ല വലിയ പ്ലാന്റുകളാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം അങ്ങോട്ട് എടുത്തു എന്നുള്ളൂ. നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത്. 150 ആണ് റേറ്റ് വരുന്നത്. നമുക്ക് ഇതിലും വലിയ പ്ലാന്റുകളൊക്കെ വരാറുണ്ട്, അതിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള 150 റേറ്റിൻ്റെ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ചെയ്തോട്ടെ. ഇതൊക്കെ ഒട്ടും കെയറിങ് ആവശ്യമില്ലാത്ത നമുക്ക് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ആ തണ്ട് മൂക്കണനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ബോക്സറും ആ റേറ്റിൻ്റെ തന്നെ വന്നിട്ടുണ്ട്. ഇതായത് ഇനി റേറ്റ് കുറഞ്ഞ് ബോക്സറൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനും റേറ്റ് കുറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇതിപ്പോൾ പ്ലാന്റ് മോശമൊന്നുമല്ല, കുറച്ചിങ്ങനെ ഹൈറ്റ് വെച്ച് പോയിട്ട് ഒരു ഭംഗി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റ് വന്നത്. നന്നായിട്ട് വേരുകളൊക്കെ വന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ മോൾ ഭാഗം അടിഭാഗത്തു നിന്ന് ഒത്തിരി തന്നെ പ്ലാന്റുകൾ ആയിക്കോളൂ കേട്ടോ, ഷൂട്ടുകൾ വന്നോളൂ. ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞു വരുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് തന്നെ ബോക്സർ തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 100 രൂപയുടെ പ്ലാന്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അത് കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല. ബോക്സർ 100 രൂപയുടെ എന്ന് പറഞ്ഞാൽ മതി. അധികം സ്റ്റോക്കിലില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതാ ഈ 2 ഷൂട്ടിൻ്റെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ഡ്രസ്സീന വെറൈറ്റി ദാരാസിംഗ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് അധികം സ്റ്റോക്കിലില്ല 2 ഷൂട്ടിൻ്റെ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ 2 ഷൂട്ടിൻ്റെ കുറച്ച് മാത്രമേ സ്റ്റോക്കിൽ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒറ്റ ഷൂട്ടിൻ്റെയാണ്, ഒറ്റ പ്ലാന്റ് ആയിട്ടുള്ളതാണല്ലോ കാണിക്കാറ്. പിന്നെ ഇതാ ഇത് വന്നിട്ടുണ്ട് നമ്മളുടെ ഡിഷ്യൂഡിയ കേട്ടോ, ഡിഷ്യൂഡിയ വെറൈറ്റി. ഇതാ ഇങ്ങനെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. പിന്നെ ഡ്രസ്സീന വെറൈറ്റിയുടെ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ. ഈ ഒരു വെറൈറ്റി മാത്രമാണ് കേട്ടോ സ്റ്റോക്കിലുള്ളൂ. ഇതാ ഇത് കണ്ടോ, ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ കൊളറോമ, ഡ്രസ്സീന കൊളറോമ, ഇതിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ. മറ്റേ ഗ്രീൻ കളർ നമ്മൾ കോംബോ കാണിച്ചായിരുന്നല്ലോ, അത് തീർന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സ്റ്റോക്കിലില്ല കേട്ടോ. പിന്നെ നമ്മളുടെ ബ്രെയിൻ ക്യാക്ടസ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സ്റ്റോക്കിലുണ്ട്. നല്ല വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ പോട്ട് സൈഡായിരിക്കും ക്യാക്ടസ് ഒക്കെ വിടുന്നത്. പിന്നെ ഉള്ളത് ഇതാ നമ്മുടെ ബാംബൂ പാം, ഈ ഒരു സൈസിലുള്ള ബാംബൂ പാം ഇതാ ഇങ്ങനെ. നല്ല ഇത് കുറച്ച് മണ്ണ് ചേർന്നിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സിലേക്ക് വന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ കരുത്തായിക്കോളൂ കേട്ടോ. ഇതൊക്കെ ഈ അടിഭാഗം നല്ല വണ്ണം വെച്ച് ഇങ്ങനെ ഉരുണ്ടു വരും. അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇത് വാങ്ങിച്ചേക്കണവർ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുന്നത്. സെയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരില്ലേ, അവർ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുന്നത്. കാരണം ഇത് ഒരു മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഭംഗി വേറെ ആയിരിക്കും. അപ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ തൈകളാണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിപ്പം വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ CC ഡ്വാർഫിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കേട്ടോ. പിന്നെ നമ്മുടെ റെഡ് വൈൻ 2 ഷൂട്ടിൻ്റെയാണ് കേട്ടോ. റെഡ് വൈൻ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. അപ്പോൾ നല്ല വിലയുമാണ് റെഡ് വൈനൊക്കെ. അപ്പോൾ അത് ഇതാ ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. ഈ ചെറിയ സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ വരുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ നല്ല വലിയ പ്ലാന്റുകളൊക്കെ വരാറുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ 2 ഷൂട്ടിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. പിന്നെ ഞാൻ കുറഞ്ഞ റേറ്റിൻ്റെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത് നമ്മളുടെ ഡിഫൻ ബാക്കി വെറൈറ്റിയാണേ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഡിഫൻ ബാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ആഴ്ചയിൽ കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയിൽ വരുന്നില്ല കേട്ടോ. ഡിഫൻ ബാക്കി വെറൈറ്റി തന്നെയാണ്. നന്നായിട്ട് വേരൊക്കെ വന്നേക്കുന്നതാണ് കേട്ടോ. ഇതൊന്നും അധികം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടില്ല, കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ലോക്കൽ പ്രൊപ്പഗേഷനാണ് വരുന്നത്. ഹൈബ്രിഡ് ഇതല്ല കേട്ടോ, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സുകളല്ല, കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. മണ്ണിലാണ് പ്ലാന്റ്സുകൾ വന്നേക്കുന്നത്. നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് കളഞ്ഞിട്ടായിരിക്കും വിടുക കേട്ടോ. ഇതിപ്പോൾ ബ്രില്ലിൻ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ്, പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് അധികം സ്റ്റോക്കിലില്ല. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഈ വെറൈറ്റിയുടെ പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് നാളായല്ലോ ചെയ്തിട്ട്, അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഞാൻ സെർച്ച് ചെയ്തില്ലായിരുന്നു കേട്ടോ. ഈ ഒരു വെറൈറ്റി അത് സ്റ്റോക്കിലുണ്ട്.
ഒരു 5 6 ഒക്കെയാണ് കേട്ടോ സ്റ്റോക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇത് ഐസാണ് വരുന്നത്. ഐസ് ഇതാ ഈ ഒരു വെറൈറ്റി വരുന്നത് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇത് സെയിം പ്ലാന്റ് ഈ ഒരു സെയിം സൈസിൽ തന്നെ 2 ഒക്കെയാണ് ഉണ്ടാവുള്ളൂ. പിന്നെ സൈസ് വ്യത്യാസം വരും. അപ്പം ഞാൻ അതനുസരിച്ച് ഫോട്ടോ തരാം കേട്ടോ. നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ഇതിൻ്റെ സൈസ് കുറഞ്ഞിട്ടൊക്കെയുള്ള പ്ലാന്റാണ്. ഞാൻ ഈ വലിയ സൈസ് കാണിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വലിയത് എടുത്ത് വെച്ചേട്ടോ. ഇപ്പോൾ വലുതായി കഴിയുമ്പോൾ ഒത്തിരി വലുതായി കഴിയുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതാ നമുക്ക് വൈറ്റ് ഏഞ്ചൽ സ്റ്റോക്കിൽ കുറച്ച് മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഏഞ്ചൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഒത്തിരി ഇലകൾ വരും കേട്ടോ. നമുക്കിപ്പോൾ ഐസ് കാണിച്ച മാതിരി ഒത്തിരി ഇങ്ങനെ ഇലകൾ വന്നിട്ട് അതിൻ്റെ ഇതാ ഈ തളിരില വരുമ്പോൾ നല്ല വൈറ്റിലേക്ക് വരും കേട്ടോ. ഇതിപ്പോൾ വെളിച്ചം ഇച്ചിരി കുറഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം വന്നപ്പം വെളിച്ചം കുറഞ്ഞ് പോയപ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് കളർ വരാത്തത്. ഞാൻ വലിയ പ്ലാന്റ് ഞാൻ പറ്റുമെങ്കിൽ അടുത്ത ആഴ്ചയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ഒരു സൈസിലുള്ള സെയിം പ്ലാന്റുകളൊക്കെ നമ്മൾ സെയിലിനുണ്ടാവും കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റുകളൊക്കെ സെയിലുണ്ടാവും. പിന്നെ കുറച്ചും കൂടെ സൈസ് കുറവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫോട്ടോ തന്നിട്ട് ഓർഡർ എടുക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വേണമെന്നുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിന് നമുക്ക് ഒരേ സൈസ് ആയിരിക്കും. നമുക്ക് ഫോട്ടോ സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാകുമ്പോൾ നമുക്ക് ഇതിന് നമ്മൾ ഫോട്ടോ തരേണ്ടി വരും. കാരണം സൈസുകളൊക്കെ വ്യത്യാസമുണ്ട്. ഒരേ സൈസൊന്നും ആയിരിക്കത്തില്ല. ഒരേ സൈസാണെങ്കിൽ നമുക്ക് കോംബോ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് സൈസ് വ്യത്യാസം ഉള്ളതുകൊണ്ട് കോംബോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ കോംബോയിലേക്ക് പോകാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ ഇത് പറഞ്ഞാൽ മതി. ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെങ്കിൽ അതായത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതേ, ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും കേട്ടോ. ഇന്ന് ഞാൻ പുതിയൊരു മേഖലയിലേക്കും കൂടെ ഓൺലൈൻ മേഖലയിൽ കടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇന്ന് തന്നെ വൈകുന്നേരം ചെയ്യാം. അപ്പോൾ എനിക്ക് ഒത്തിരി താല്പര്യമുള്ള ഒരു മേഖലയും കൂടെ ഞാൻ കൈവയ്ക്കുകയാണ്. ഇത് നമ്മൾ ചെടികളുടെ ഇത് നമ്മൾ ആലോചിക്കാതെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ചെയ്താൽ, ഞാൻ ആദ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ സെയിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ എന്താ ഈ ആക്ടിവിറ്റീസുകളും പിന്നെ ഗാർഡൻ ടൂറും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി പേരുടെ ആവശ്യമായിരുന്നു. കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞതോടുകൂടി ഒത്തിരി പേരുടെ ആവശ്യം കൊണ്ട് നമ്മൾ ഇത് തുടങ്ങിയതായിരുന്നു. നമ്മൾ ഓൺലൈൻ സെയിൽ തുടങ്ങിയതായിരുന്നു. നിങ്ങളുടെ ഒത്തിരി സഹകരണത്തോടുകൂടിയാണ് ഇത്രയും വർഷങ്ങൾ നമുക്ക് നന്നായിട്ട് ഒരു പരാതി പോലും ആരിൽ നിന്നും കേൾക്കാതെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഇത്ര നല്ല പ്ലാൻസുകൾ വരുന്നു, നല്ല പ്ലാൻസുകൾ നിങ്ങൾക്ക് തരുന്നു. ഒരു പരാതികളില്ല, പരിഭവങ്ങളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബുദ്ധിമുട്ടുകളില്ലാതെ ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ പോകാനാണ് എനിക്കും ആഗ്രഹം കേട്ടോ. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്തൊരു മേഖലയിലേക്കും കൂടെ കടക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വൈകുന്നേരം വരാം കേട്ടോ. വൈകുന്നേരം ഒരു വീഡിയോ ചെയ്യും, സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്തായാലും ഉണ്ടാവും കേട്ടോ. ഇതെൻ്റെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇത് തന്നെയാണ്. ചെടികളെന്ന് പറയുന്നത് നമുക്ക് ലൈഫ് പ്ലാന്റ്സ് കയ്യിലെടുക്കുമ്പോഴുള്ള സന്തോഷം വേറെയാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് പാക്കിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു മേഖല തന്നെയാണ് ഈ ചെടികളുടെ. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമ്മൾ വേറൊരു മേഖലയും കൂടെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. എന്താ നിലനിർത്തിക്കൊണ്ട് ഇതുണ്ടാവും. ഇത് നമ്മൾ എന്തായാലും നിർത്തുമൊന്നുമില്ല. ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അടുത്തയിലേക്കും കൂടെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്ന സഹകരണമൊക്കെ നിങ്ങൾ വൈകുന്നേരത്തെ വീഡിയോ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അത് പറയാം. വൈകുന്നേരം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പ്ലാൻസുകളൊക്കെ ഈ ആഴ്ച തന്നെ അയച്ചു തീരും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച നമ്മൾ അയക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തിങ്കളാഴ്ച തന്നെ ഓർഡറുകളൊക്കെ ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ വ്യാഴാഴ്ചക്കുള്ളിൽ ഇപ്പോൾ കാണിച്ച പ്ലാൻസുകൾ എന്തോരം ഓർഡർ വന്നാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അയക്കും കേട്ടോ. വ്യാഴാഴ്ചക്കുള്ളത് തിങ്കളാഴ്ച തുടങ്ങി വ്യാഴാഴ്ച വരെയും ഉള്ള ദിവസങ്ങളിൽ എല്ലാ പ്ലാൻസുകളും അയച്ചു തീർക്കും. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുക. വിതിൻ 2 days എല്ലാവർക്കും കിട്ടാറുണ്ട്. ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ ഇത്രയും നാൾ നിങ്ങൾ എന്നെ സംരക്ഷിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്താ പറയാൻ പറ്റുള്ളൂ. അതുപോലെ സ്നേഹത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരത്തെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അത് പുതിയ കാര്യങ്ങളും പുതിയ സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം അനൗൺസ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ വരാം കേട്ടോ. ബൈ.